അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയിട്ട് ഞാൻ എണീറ്റ് വന്ന് അതാ ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. മൊത്തത്തിൽ ഇന്ന് എല്ലാം ലേറ്റായി. ശങ്കരിക്ക് ക്ലാസ്സിൽ പോകേണ്ട, അത് തന്നെയാണ് കേട്ടോ മെയിൻ കാര്യം. പിന്നെ നമ്മുടെ തലവേദനയുടെ ആഫ്റ്റർ എഫക്റ്റ് അത് നന്നായിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു, മെഡിസിൻ വാങ്ങിച്ചായിരുന്നു. അപ്പം മരുന്ന് കഴിച്ചതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ, ക്ഷീണിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, കാര്യങ്ങൾ നടക്കണ്ടേ, പണികൾ നടക്കണ്ടേ. ശ്രീജന ഓഫീസിൽ പോകണം, പിന്നെ ഇതാ വേഗം റാനമ്പരയൊക്കെ അടിച്ചിട്ട് എത്ര ഒതുക്കിയാലും ഒതുങ്ങാത്തൊരു മേശപ്പുറം ഉണ്ടോ, അതാണ് ഇത് ഈ മേശപ്പുറം. ഞാൻ എന്താ നന്നായിട്ട് അത് ക്ലീൻ ചെയ്തിടും. ശങ്കരിയുടെ പേർക്ക് ഇപ്പോൾ ശങ്കരി വന്നിട്ട് അത് നന്നായിട്ട് അലമ്പാക്കുകയും ചെയ്യട്ടോ. ഇന്ന് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശങ്കരിക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകണം, ശനിയാഴ്ചയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്കൊരു പണികൾക്കൊന്നും ഒരു കുറവും ഇല്ല കേട്ടോ. സമയം ഇതാന്ന് പറയെ പോകും കേട്ടോ. ഞാൻ വേഗം അവിടെ ക്ലീൻ ചെയ്തിട്ട് മുറ്റത്തോട്ട് ഇറങ്ങാട്ടോ ചെയ്തത്. നല്ല ചവറൊക്കെ ഉണ്ടായിരുന്നു. ശങ്കരി ഏതൊക്കെയോ ബലൂണോ എന്തൊക്കെയോ പൊട്ടിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മൊത്തം അടിച്ച് വാരി അവിടെ ക്ലീൻ ചെയ്തു. പിന്നെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാട്ടോ, നമ്മുടെ മുറ്റത്തുള്ള പൂവൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് നമ്മുടെ ഇങ്ങനെ കുടത്തിൽ, കുഞ്ഞു കുടത്തിൽ ഇങ്ങനെ വെള്ളമൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ വെക്കും കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ അറിയത്തില്ല, പക്ഷേ എന്തോ അത് കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷമാട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുറ്റത്തോട്ടൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും കളർഫുള്ളായിട്ട് അത് കാണാമല്ലോ. പിന്നെ അതാ പൂച്ചക്കുഞ്ഞ് അവിടെ ഇരിപ്പുണ്ടായിരുന്നേ. ശങ്കരിയപ്പോൾ ഇടയ്ക്ക് വിളിക്കുന്നുണ്ടായിട്ടോ, പക്ഷെ ആളെ എണീക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് ശനിയാഴ്ച അല്ലേ, കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ വേഗം എണ്ണയൊക്കെ പുരട്ടി മസാജൊക്കെ ചെയ്തൊന്ന് കുളിച്ച് വന്നിട്ട് ഇതാ അപ്പം ഉണ്ടാക്കും കേട്ടോ. വെള്ളയപ്പമാണ് ഇന്ന് നന്നായിട്ട് വന്നിട്ടോ വെള്ളയപ്പം. അത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ശങ്കരിനെ കുളിപ്പിച്ചായിരുന്നു കേട്ടോ. ശങ്കരിനെ കുളിപ്പിച്ച് ഇതാ അവൾക്ക് ഫുഡ് കൊടുത്തു, ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. പിന്നെ ശ്രീജുന് നേരത്തെ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കാര്യങ്ങൾ ഫാസ്റ്റാക്കി ഞാൻ വേഗം പോയി മീനൊക്കെ എടുത്ത് പെരട്ടി അത് വറുക്കാൻ വെച്ചത്. അച്ചിങ്ങ ഉണ്ടായിരുന്നു, അതൊന്ന് എടുത്ത് മെഴുക്ക് പുരട്ടിയാട്ടോ ചെയ്തേ. അപ്പോൾ കടലക്കറി ഉണ്ടായിരുന്നു, അച്ചിങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു, മീൻ വറുത്ത് ഉണ്ടായിരുന്നു. ആളതൊക്കെ ആയിട്ട് ഇതാ പോയിട്ടോ ഓഫീസിൽ. അമ്മ അലക്കി വെച്ച കുറച്ച് തുണി ഉണ്ടായിട്ടോ, അതൊന്ന് ഞാൻ വെയിൽ വന്നപാടെ മേളിൽ കൊണ്ട് വിരിക്കാട്ടോ ചെയ്തേ. പിന്നെ ഞാനിന്ന് ഉച്ചക്കത്തേക്ക് അയില തിളപ്പിക്കാനായിട്ടോ ഇരുന്നേച്ചേ. അപ്പം അതുകൊണ്ട് ഞാൻ ശങ്കരിയും കൂടി ഇരുന്ന് രണ്ടുപേരും കൂടി ആണോ വർത്താനം പറഞ്ഞ് പണിയൊക്കെ ചെയ്ത് ഇതാ വേഗം അയില തിളപ്പിക്കാനായിട്ട് വെക്കാട്ടോ ചെയ്തേ. പാത്രമാണെങ്കിലോ രാവിലത്തെ മുതലുള്ള പാത്രങ്ങൾ ഇന്ന് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ ഇത്ര പാത്രം വരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ, ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ എന്താ പറയുക, ഏകദേശം പണികളൊക്കെ തീർന്നെന്ന് വേണം കേട്ടോ പറയാൻ.